ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവരെയും സ്നേഹത്തോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സഹനത്തെക്കുറിച്ചിട്ടാണ്. ഒട്ടും കേൾക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത വിഷയമാണ് സഹനത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേയേറെ ചിന്തകൾ വരും. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹിക്കുന്നവരാണ്. സഹനത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്നവരാണ്. രോഗത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്നവർ, ഭൗതികമായ മറ്റ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മാനസികവും ആത്മീയവുമായ സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും. സഹനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭയം ഉള്ളവരുണ്ട്, പേടിക്കുന്നവരുണ്ട്, ദൈവമേ സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒട്ടും അതിനോട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല സാധാരണക്കാരായ നമുക്കൊക്കെ അതിനോടൊരു വളരെ വ്യത്യാസമുള്ള ആറ്റിറ്റ്യൂഡാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ സഹനം? വൈ എന്നൊരു ചോദ്യം വരും. അടുത്ത ചോദ്യം വരും, വൈ ടു മീ? എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ? എൻ്റെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, അത് ആരോഗ്യകരമായ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അനുദിനം അങ്ങനത്തെ കുറേ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുക, എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ ചുറ്റുമുള്ളവരെ കാണുമ്പോഴൊക്കെ അവർ നല്ല സന്തോഷത്തിൽ പോകുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? ദെൻ ഇതിനൊരു അവസാനമില്ലേ? ഇങ്ങനൊരു ചോദ്യം, ഇതിനൊരു അവസാനമില്ലേ? ഞാൻ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഈ സഹനത്തിനൊരു അവസാനമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറയുന്നൊരു ഉത്തരവുണ്ട്, തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കില്ല, ദൈവം അറിയാതെ ഒന്നും നടക്കില്ല, നമ്മെ കാണുന്ന നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരു ചിന്ത എപ്പോഴും അമ്മ എനിക്ക് ഉത്തരം നൽകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യം, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്ന ചോദ്യം, ഇതിന് ഒരവസാനമില്ലേ എന്നൊരു ചോദ്യം വരും. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്തീയമായ അർത്ഥമുണ്ട്, വലിയൊരു അർത്ഥമുണ്ട് ഓരോ വേദനയുടെ പിന്നിലും, ഓരോ സഹനത്തിൻ്റെ പിന്നിലും. സഹനത്തെ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നില്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ പോസിറ്റീവായ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സഹനത്തോട് ഒരു പ്രത്യേക റെസ്പോൺസ്, വളരെ പോസിറ്റീവായ റെസ്പോൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇന്ന് ഈ വചനത്തിലൂടെ നമ്മൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാതെ, പല കാരണങ്ങളുണ്ടാകും സഹനങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ കാരണങ്ങളിലേക്ക് ചിന്തിക്കാണ്ട് അതിൻ്റെ ഫലങ്ങളിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. കുറച്ചും കൂടി വളരെ പോസിറ്റീവായിട്ട് ദൈവത്തിൻ്റെ വചനം എങ്ങനെ അതിനെ കാണുന്നു, നമ്മളെങ്ങനെ അതിനെ കാണണമെന്ന വളരെ ഒരു പോസിറ്റീവായ ചിന്തയിലേക്ക് ഈ സഹനത്തെ നമുക്ക് കാണാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ഇന്ന് ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. പൗലോസ് വളരെ വേദനയോടെ പറയാണ്, സഹനത്തെക്കുറിച്ച് നമ്മൾ സാധാരണക്കാരായി നമുക്കൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ പൗലോസ് ഒന്ന് വിമർശിച്ചിട്ട്, ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയാണ്, പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നമ്മളുടെയൊക്കെ അവസ്ഥ അതാ. നമുക്ക് സഹനത്തോട് ഒരു സ്നേഹമൊന്നുമില്ല, ശത്രുക്കളായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സാധാരണക്കാരായ നമുക്കൊക്കെ അതാണ്. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും സഹിച്ചേ പറ്റൂ. അതിനൊരു എക്സെപ്ഷനൊന്നുമില്ല. എല്ലാവരുടെ ജീവിതത്തിലും സഹനമുണ്ട്, എല്ലാവരും സഹിച്ചേ പറ്റൂ. ദർ ഇസ് നോ എക്സെപ്ഷൻ. അത്
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം വലിയൊരു സത്യം, എന്നെക്കാളും കൂടുതൽ സഹിക്കുന്നവർ എൻ്റെ ചുറ്റുമുണ്ട്. എല്ലാവരും സഹിച്ചേ പറ്റൂ, ദർ ഇസ് നോ എക്സെപ്ഷൻ. എന്നെക്കാളും കൂടുതൽ സഹിക്കുന്നവർ, എന്നെക്കാളും ഞാൻ അനുഭവിക്കുന്ന വേദനയെക്കാളും കൂടുതൽ വേദനയിലൂടെ കടന്നു പോകുന്നവർ എൻ്റെ ചുറ്റും ഉണ്ട് എന്നൊരു സത്യം. പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായം 29-ാം വാക്യം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അടിയുറപ്പിക്കേണ്ട ഒരു വലിയ ബോധ്യമാണ്. പൗലോസ് ലീഹ പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. പൗലോസ് ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അവനെ പ്രതി സഹിക്കാൻ, വേദന അനുഭവിക്കാൻ, ത്യജിക്കാൻ, ത്യാഗം അനുഭവിക്കാനുള്ള ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സഹനം വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ അത് ഒരു ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ്, അതൊരു അവകാശമാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ഒരു അനുഗ്രഹമാണെന്നുള്ള സത്യം പൗലോസ് ലീഹ നമ്മെ ബോധിപ്പിക്കുക. അപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും സഹിച്ചേ പറ്റൂ. നമ്മുടെ ചുറ്റും നമ്മളെക്കാളേറെ സഹിക്കുന്നവർ ഉണ്ട്. അത് നമ്മൾ കാണുന്നത് ഇവിടെയാണ്. പത്രോസ് ലീഹ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ, വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 9-ാം വാക്യം, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ എതിർക്കുവിൻ, അതായത് ശത്രുവിനെ എതിർക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ എതിർക്കുവിൻ, ലോകമെങ്ങും ഉള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം ആവശ്യപ്പെടുന്നു. എല്ലാവരിൽ നിന്നും ഇതേ സഹനം ആവശ്യപ്പെടുന്നു. അപ്പം എല്ലാവരും സഹിച്ചേ പറ്റൂ. നമ്മുടെ ചുറ്റും നമ്മളെക്കാളേറെ വേദന അനുഭവിക്കുന്നവർ ഉണ്ട്. പൗലോസ് ലീഹ 2 കൊരിന്ത്യർക്ക് ലേഖനത്തിൽ 6-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, ഞെരുക്കത്തിൽ, പീഡകളിൽ, അത്യാഹിതങ്ങളിൽ ഒക്കെ എല്ലാവിധത്തിലും. അപ്പം അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സഹനം ഒരു അനുഗ്രഹമാണ്, ഒരു അവകാശമാണ്. നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ചിന്തയുണ്ടാവും. 2 തിമോത്തി 3-ാം അധ്യായം 12-ാം വാക്യം പൗലോസ് ലീഹ പറയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും പീഡിപ്പിക്കപ്പെടും, പല രീതിയിൽ. അതിന് വലിയ അർത്ഥമുള്ളൊരു വചനമാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. സഹനത്തെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണാൻ, അതിൻ്റെ നല്ല ഒരർത്ഥം മനസ്സിലാക്കാനും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ നന്മകൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ ഒരു ശുശ്രൂഷയിലൂടെ നടത്താം. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 1984 എഴുതിയ, നമുക്ക് സഭയ്ക്കായി നൽകിയൊരു ലേഖനമുണ്ട്. അത് സാൽവിഫിക് ഡോളോറിസ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അർത്ഥം ഇതാണ്, ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഹ്യൂമൻ സഫറിങ്. ക്രിസ്തീയമായ അർത്ഥം, മനുഷ്യ ജീവിതത്തിലെ മനുഷ്യരുടെ സഹനത്തിൻ്റെ ക്രിസ്തീയമായ അർത്ഥത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണത്. അതിൽ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ആദ്യം തന്നെ നൽകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. അതായത് അപ്പസ്തോലന്മാർ സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ആ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ അവർ സന്തോഷത്താൽ നിറഞ്ഞു. ദ ജോയ് ഓഫ് സഫറിങ്, സഹിക്കാനുള്ള സന്തോഷം, ശക്തിയേക്കാളേറെ സഹിക്കുന്നതൊരു സന്തോഷമായിട്ട് അവർ മറഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് ലീഹ എഴുതിയത്, ക്രിസ്തുവിനിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതൊരു അനുഗ്രഹമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചത് സഹനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ്. അവർക്കത് മനസ്സിലാക്കിയപ്പോൾ അവർ ധൈര്യമുള്ളവരായി, സന്തോഷം ഉള്ളവരായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനവും വേദനയൊക്കെ ഉണ്ട്, ഉറപ്പായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. സഹനം, വേദന ഉണ്ട്, അതിനൊരു എക്സെപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ ഒരു വേദനയിൽ, സഹനത്തിൽ അതിൻ്റെ അർത്ഥം കുറച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റിയാൽ ഈ ഒരു ജീവിതം കുറച്ചുകൂടി ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി സന്തോഷത്തോടെ, മനസ്സമാധാനത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മളുടെ ഒരു ലക്ഷ്യം ഇതായിരിക്കണം,
നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ സഹനത്തിൻ്റെ അർത്ഥം, ദൈവികമായ അർത്ഥം മനസ്സിലാക്കാൻ, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ കാരണങ്ങളിലേക്കോ മറ്റ് എന്തുകൊണ്ട് സഹനങ്ങൾ, എന്തുകൊണ്ട് വേദനകൾ, അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകാതെ അതിൻ്റെ നല്ല ഫലങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തൊക്കെയാണ് നല്ല ഫലങ്ങൾ? 2-3 കാര്യങ്ങൾ മാത്രം. കുറേ ഫലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ 2-3 കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ വേദന സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദർ ഈസ് എ ഫോർമേഷൻ, ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ട്. ഓരോ സഹനത്തിനും അതിൻ്റെ ഒരു ശിക്ഷണത്തിൻ്റെ ഒരർത്ഥമുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ, അവിടെ 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ പിതൃശിക്ഷണം എന്ന് പറഞ്ഞിട്ടാണ്. പിതൃശിക്ഷണം, അതിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹങ്ങൾ ഉള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. ആദ്യത്തെ വചനം തുടങ്ങുന്നത് നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, ഇഷ്ടംപോലെ സാക്ഷികളുണ്ട്, അതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളും പാപങ്ങളും നമുക്ക് നീക്കിക്കളയാം. അവിടെ വചനം വീണ്ടും പറയാണ്, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിച്ചെടുക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണമെത്തിക്കുന്നതിനുമായ ഈശോയെ കണ്ടു വേണം ഓടാൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് ഈശോയെ നൽകുകയാണ് വചനം അവിടെ. തനിക്കുണ്ട എല്ലാ സന്തോഷം വകവയ്ക്കാതെ, അവമാനം വകവയ്ക്കാതെ, സന്തോഷം ഉപേക്ഷിച്ച് കുരിശ് ക്ഷമയോടെ സ്വീകരിച്ച വലിയ എക്സാമ്പിൾ കാണിച്ചു തരാണ്. എന്നിട്ട് പറയാണ്, മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കുവാൻ. ഈശോയുടെ സഹനത്തെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ മനോധൈര്യം വീണ്ടും വരും, ശക്തി വീണ്ടും വരും. എന്നിട്ട് വീണ്ടും വചനം അവിടെ തുടരാണ് 4 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയാണ്, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എന്നിട്ട് പറയാണ്, എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. തന്നെ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? കുറച്ചും കൂടി വചനം സ്ട്രോങ് ആയിട്ട് പറയാണ്. ശിക്ഷണം ലഭിക്കാത്ത മക്കളെക്കുറിച്ച് പറയാണ്, അവർ മക്കളല്ല, ജാരസന്താനങ്ങളാണ് എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ശിക്ഷണത്തെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന, ഒരു സഹനം, ഒരു പ്രത്യേക വിഷമത്തിൻ്റെ കാലഘട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, ദർ ഈസ് സംതിങ്, ഒരു ഫോർമേഷൻ, ഒരു ശിക്ഷണം, അതിൻ്റെ ഒരു കാരണം ഉണ്ടാകാം. എപ്പോഴും അത് തന്നെ ആവണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു കാരണം ഉണ്ടാകാമെന്ന് ചിന്തിക്കണം. അപ്പോൾ അതിലൊരു നന്മ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്? ഇതാണ് നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഇതിൽ ചെയ്യണം. അപ്പം ചില സമയത്ത് നമ്മൾ വിചാരിക്കും, ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടുന്നവർ, നല്ല സ്നേഹമുള്ള അപ്പനും അമ്മയും അവരെ തിരുത്തേണ്ടടുത്ത് തിരുത്തും. നല്ല ശിക്ഷണം കൊടുക്കേണ്ട സമയത്ത്, അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യമില്ലാത്ത മകളെന്ന് ചോദിച്ചാൽ അടി കിട്ടാത്ത അല്ലെങ്കിൽ ശിക്ഷണം ലഭിക്കാത്ത മക്കളാണ്. നല്ല അടിയും നല്ല ശിക്ഷണം ലഭിച്ച മക്കൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ലക്കി. കാരണം അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പോകും. കാരണം അവരെ സ്നേഹിക്കുന്ന അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ട തിരുത്തലുകൾ കൃത്യസമയത്ത്, ചെറിയ വേദന അവർക്ക് ഉണ്ടായാൽ കൂടി അവർ നന്നാകാൻ വേണ്ടി നല്ല തിരുത്തലുകൾ. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലം നോക്കിയാൽ ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട്. നല്ല അടി കിട്ടിയ പിള്ളേരൊക്കെ നല്ല കുട്ടികളായിട്ട് വരും, ഒരു സംശയമില്ല. എന്നാൽ ഭയങ്കര ഒരു അടിയും ലഭിക്കാതെ വളരെ ഇതായിട്ടുള്ളവർ പിന്നീട് നമ്മൾ കാണാം. നമ്മൾ പല എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കർത്താവ് നൽകുന്ന ശിക്ഷണം അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അപ്പൻ എനിക്ക് ശിക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വേദനകൾ, പ്രയാസങ്ങൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ ശിക്ഷണം, കർത്താവിൻ്റെ ശിക്ഷണം, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം മക്കൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് അപ്പൻ്റെയും അമ്മയുടെയും ശിക്ഷണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് എനിക്ക് ലഭിക്കുന്ന ശിക്ഷണം, വേദനകൾ. അപ്പം ദൈവം നൽകുന്ന ഫോർമേഷൻ, ശിക്ഷണമാണ് ചില സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ. അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കും. തിരുത്തേണ്ട മേഖലകൾ വരുമ്പോൾ കർത്താവ് കൃത്യമായിട്ടുള്ള രീതിയിൽ കുഞ്ഞി അടി വലിയ അടി നമുക്ക് തരുന്നു. ചെറിയ അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹമാണത്. നമ്മെ തിരുത്താൻ വീണ്ടും നേരായ വഴിയിൽ നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇവിടെ വചനം പറയുന്നത്. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എന്നിട്ട് പറയുകയാണ്, പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? മക്കളായി സ്വീകരിക്കുന്നവരെ കർത്താവ് ശിക്ഷണം നൽകുന്നു. അവർക്ക് അടിക്കേണ്ട സമയത്ത് അടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് ചില വേദനകൾ, സഹനങ്ങൾ വരുന്നത്. അപ്പം ദൈവം നൽകുന്ന ശിക്ഷണമാണ് ഒന്നാമത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, ദൈവമേ, ഞാൻ തിരുത്തേണ്ട കുറേ മേഖലകളുണ്ട്, അതെനിക്ക് കാണിച്ചു തന്നെ. ഐ എം റെഡി ടു ചേഞ്ച്. ഇന്ന കാര്യങ്ങൾ ഞാൻ തിരുത്താനായിട്ടായി. നമ്മൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ കാലം മുമ്പ് വേദനകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സമയത്ത് ആ ഒരു വേദനയിലൂടെ നടന്നു വന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ന് നമ്മൾ കുറേ എന്തെങ്കിലുമൊക്കെ നന്മകൾ ദൈവത്തോട് അടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അന്ന് ലഭിച്ച ചെറിയ വേദനകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, വലിയൊരർത്ഥം, സഹനത്തിൻ്റെ വലിയൊരർത്ഥം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അപ്പൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ശിക്ഷണം, കുറേ കാര്യങ്ങളിൽ ഒരു ഫോർമേഷൻ, ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ സ്നേഹം നമുക്ക് നൽകുന്നു. ആ ഒരു ശിക്ഷണം നൽകുന്നു. രണ്ടാമത്തെ ഒരു വലിയ അർത്ഥം, ഇതൊരു ട്രയൽ ആൻഡ് എക്സാം, ഒരു അടുത്ത പടിയിലേക്ക് കടക്കാൻ ഉള്ളൊരു ട്രയൽ, ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണ കാലഘട്ടമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വളർച്ചയുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ രീതിയിൽ വളർച്ചയുണ്ട്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നു, നമ്മൾ ജയിക്കുന്നു. 2-ാം ക്ലാസ്സിലെത്തുന്നു. ഓരോ ക്ലാസ് കഴിയുന്തോറും പരീക്ഷ കുറച്ച് കട്ടിയുള്ള, അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ കട്ടിയുള്ള പരീക്ഷ. അപ്പോൾ അതിൻ്റേതായ അധ്വാനമുണ്ട്, അതിൻ്റേതായ ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇപ്പോൾ വലിയ പഠനങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ പരീക്ഷ കഴിയുന്തോറും കട്ടിയുള്ളതാണ്. അപ്പോൾ അതുപോലെ ആത്മീയമായിട്ട് നമ്മൾ അടുത്ത പടിയിലേക്ക് പോകുമ്പോൾ ദൈവം നമുക്ക് ചില പരീക്ഷണ കാര്യങ്ങൾ ഉണ്ട്. ആ പരീക്ഷണങ്ങൾ കടക്കുമ്പോഴാണ് അടുത്ത ലെവലിലേക്ക് പോവുക. ഇതൊരു ട്രയലാണ്, ഒരു പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 10-11 വാക്യങ്ങൾ. കഷ്ടതയുടെ ചൂളയിൽ ഞാൻ ശോധന ചെയ്യുന്നു. പ്രഭാഷകൻ 2:5. സ്വർണം അഗ്നിയാലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യനും. അപ്പോൾ നമ്മൾ നല്ല വേദനയിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, എന്നെ അടുത്ത പടിയിലേക്ക് ഉയർത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു പ്രിപ്പറേഷനാണ്, എന്നെ തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രിപ്പറേഷനാണ് ഈ കാലഘട്ടം എന്ന് തമ്പുരാനോട് കൂടെ നിന്ന് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് കൊണ്ടുപോകാം. സ്വർണം അഗ്നിയാലാണ് ശുദ്ധീകരിക്കപ്പെടാൻ, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യൻ. ജോബിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 10-ാം വാക്യം. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ചില പരീക്ഷണങ്ങളുണ്ട്, ആ പരീക്ഷണം നമ്മൾ കടന്നു കിട്ടണം. ആ പരീക്ഷണങ്ങൾ കടന്നു കിട്ടാനായിട്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കേ പറ്റൂ. അതാണ് ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ്റെ കാലഘട്ടം. ഈ ഒരു കാലഘട്ടം നമ്മൾ പാസ്സായി പറ്റും, അടുത്ത ലെവലിലേക്ക് പോകും. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം ഇതാണ്, വളരെ പോസിറ്റീവായിട്ട് ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നു, എന്നെ അടുത്ത പടിയിലേക്ക് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം ഞാൻ അതിജീവിച്ചേ പറ്റൂ. കർത്താവിനോട് കൂടെ നിന്ന് ഈ പരീക്ഷയിൽ ഞാൻ വിജയിച്ചേ പറ്റൂ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യം. അല്പകാലത്തെ പരീക്ഷണങ്ങൾ നിങ്ങളെ വ്യസനിപ്പിക്കുമെങ്കിലും അഗ്നിശോധനയെ അതിജീവിക്കുന്ന വലിയ വിലയേറിയ, അതിങ്ങനെയാണ് വചനം പറയുന്നത്, കുറച്ച് നാൾ നിങ്ങളെ അല്പകാലത്തേക്ക് ഈ പരീക്ഷണങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുമെങ്കിലും ഇങ്ങനെയാണ് വചനം പറയുന്നത്, നിൻ്റെ പരീക്ഷകൾ നിമിത്തം അല്പകാലത്തേക്ക് നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വേദന, സഹനമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കർത്താവ് നമ്മെ അടുത്ത പടിയിലേക്ക് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു പരീക്ഷയാണ്. ഈ ഒരു പരീക്ഷയെ ദൈവത്തിൻ്റെ സഹായത്തോടെ നേരിട്ടേ പറ്റൂ, ഇത് അതിജീവിച്ചേ പറ്റൂ, നമ്മൾ അടുത്ത പടിയിലേക്ക് ഉയർന്നേ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കുക. മൂന്നാമത്, ഇതൊരു വെട്ടിയൊരുക്കലാണ് സഹനം എന്ന് പറഞ്ഞാൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 2-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 2-ാം വാക്യം.
ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം മുന്തിരിച്ചെടികളും ശാഖകളും 15-ാം അധ്യായം 2-ാം വാക്യം. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു വചനമാണ്. വെട്ടിയൊരുക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് നല്ല രസമാണ്, സാഹിത്യമൊക്കെ പോലെ കേൾക്കാൻ രസമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫലങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനേക്കാളേറെ വലിയ ഫലം പുറപ്പെടുവിക്കുന്ന നല്ലൊരു ജീവിതമായിട്ട് മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് വെട്ടിയൊരുക്കൽ. നമ്മൾ പ്രൂണിങ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് മുന്തിരിച്ചെടി കർഷകർ, ഇപ്പോൾ നമ്മൾ മുന്തിരിച്ചെടി ചെയ്യുന്ന ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഓരോ തോട്ടത്തിലും അവരൊരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രൂണിങ് ചെയ്യും. ഈ പ്രൂണിങ് എന്നുള്ള പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവർ ചെയ്യുന്ന ഈ പ്രൂണിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് പല സ്റ്റെപ്പായിട്ടാണ്. അതിൻ്റെ അഗ്രികൾച്ചർ രീതിയിൽ നോക്കുമ്പോൾ, കൃഷിപരമായിട്ട് നോക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായിട്ട് അവർ പല സ്റ്റെപ്പ് കൊടുക്കും. അത് ഒരു തായ്തണ്ടിനെ കറക്റ്റായിട്ടൊരു ഒരു 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 നല്ല ബലമുള്ള ഒരു കമ്പിയോട് ചേർത്ത് കെട്ടിവെക്കും. അതിനെ കൃത്യമായിട്ട് അതിൻ്റെ നല്ല പുതിയ നാമ്പുകൾ വരാനായിട്ട് അതിൻ്റെ നല്ല ആരോഗ്യമുള്ള ഭാഗങ്ങൾ വെട്ടും. അത് ആ ഒരു പ്രത്യേക സീസണിൽ ഈ ഒരു മുന്തിരിച്ചെടിയെ എല്ലാ രീതിയിലും വെട്ടിയൊരുക്കി കൂടുതൽ കായ്ക്കാൻ, പുതുനാമ്പുകൾ കൂടുതൽ വരാനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി വെട്ടിയൊരുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ പ്രൂണിങ്ങിൻ്റെ പല സ്റ്റെപ്പിൽ ഇതാണ്. ഈ വെട്ടിയൊരുക്കി അത് ഒരു താങ്ങിനോട് ചേർത്ത് വയ്ക്കും. ഈ ചെടിയെ ഒരു തായ്തണ്ട് ഒരു താങ്ങിനോട് ചേർത്ത് വയ്ക്കും. അപ്പോൾ ഈ വെട്ടിയൊരുക്കുന്ന കാലഘട്ടത്തിൽ ഇവർ ഒരു നല്ല ബലമുള്ള ഒരു വസ്തുവിന്മേൽ അത് കൃത്യമായിട്ട് ബന്ധിച്ച് താങ്ങി അതിനെ വയ്ക്കുന്നു. വീണ്ടും എല്ലാ വർഷവും ആ പ്രത്യേക സീസണിൽ വീണ്ടും അതിനെ വെട്ടിയൊരുക്കും. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, വെട്ടിയൊരുക്കപ്പെട്ട മുന്തിരിച്ചെടിയിൽ നിന്ന് അനേകം പുതുനാമ്പുകളുണ്ടായി ആ നാമ്പുകളിലൊക്കെ അനേകം ഫലമുണ്ടാവും. അതുതന്നെയല്ല, ഇതിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ ലൈഫ് കുറേ നാൾ നിൽക്കുന്ന പോലെ ആരോഗ്യമുള്ള ഒരു മുന്തിരിച്ചെടിയായിട്ട് അത് മാറും. നല്ല ആരോഗ്യമുള്ള മുന്തിരിച്ചെടിയായിട്ട് മാറും. അപ്പോൾ പ്രൂണിങ് ഇല്ലാത്ത, കറക്റ്റ് സമയത്ത് പ്രൂണിങ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത വർഷം അതിൽ നിന്ന് ഒട്ടും ഫലം വളരെ കുറവായിരിക്കും. അതോടൊപ്പം ആ ചെടി തന്നെ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ലൈഫ് കുറയും. നന്നായി വളരെ കൃത്യമായിട്ട് കൃത്യമായ ഇടവേളകളിൽ പ്രൂൺ ചെയ്ത മുന്തിരിച്ചെടി എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെയധികം വർഷം അത് നിലനിൽക്കുന്ന വർഷങ്ങളിലൊക്കെ അനേകം ഫലം അതിൽ വരും. അതുപോലെ ആണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കർത്താവ് വെട്ടിയൊരുക്കുന്നതാണ്. ഈ വെട്ടിയൊരുക്കുന്നതിൽ ഉറപ്പായിട്ടും വേദനയുണ്ട്, നല്ല വേദനയുണ്ടാവും. പക്ഷേ നമ്മൾ ചേർന്നിരിക്കുന്നത് കർത്താവിനോടാണ്. ഈ വെട്ടിയൊരുക്കുന്ന പ്രോസസ്സിലൊക്കെ നമ്മൾ ചേർന്നിരിക്കുന്നത് കർത്താവിനോടാണ്. തായ്തണ്ടിനോട് നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നു. വേദനയൊക്കെ ഉണ്ടായാലും there is a നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കാലമുണ്ട്, നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കുന്ന കാലമുണ്ട്. അതോടൊപ്പം നമ്മൾ വെട്ടിയൊരുക്കൽ എന്ന പ്രോസസ്സിൽ നമ്മൾ നല്ല ശക്തിയുള്ളവരും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്മളുടെ ലൈഫ്, നിലനിൽപ്പ്, നമ്മുടെ ആത്മീയമായ ജീവിതം ഉറച്ച പാറ പോലെ എല്ലാ പ്രതിസന്ധികളെയും, കാറ്റിനെ, മഴയെ, മറ്റ് കീടങ്ങളെയൊക്കെ അതിജീവിക്കുന്ന ഒരു ഉറച്ച പാറ പോലെ ഉറപ്പായിട്ട് നല്ല ലൈഫുള്ള ഒരു മുന്തിരിച്ചെടിയായിട്ട് നമ്മുടെ ജീവിതം മാറും. വെട്ടിയൊരുക്കൽ കർത്താവ് നൽകുന്ന വലിയൊരു പ്രോസസ്സാണ്. എല്ലാവരുടെ ജീവിതത്തിൽ വെട്ടിയൊരുക്കലുണ്ട്. വെട്ടിയൊരുക്കൽ കൂടുതൽ ഫലം പ്രകടിപ്പിക്കാനാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ വെട്ടിയൊരുക്കൽ പ്രോസസ്സിലാണ് ശരിക്കും കർത്താവിൻ്റെ വചനം അനുസരിക്കാനായിട്ട് നമുക്ക് ശക്തി ലഭിക്കുക, വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടാം, ദൈവത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റുക. ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം 5-ാം വാക്യം പറയുന്നുണ്ട്, ജോബ് സഹനത്തിൻ്റെ തീച്ചൂളയിൽ നിൽക്കുന്ന സമയത്താണ് ഈ 42-ാം അധ്യായം വായിക്കുന്നത്. സഹനത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് ജോബ് പറയാ, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സഹനത്തിൻ്റെ നടുവിൽ അവൻ പറയാണ്, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഈ വേദനയുടെ നടുവിലാണ് ജോബ് പറയുന്നത്, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ
കാണുന്നു, എൻ്റെ കണ്ണുകൾ അങ്ങേ കാണുന്നു, എൻ്റെ കണ്ണുകൾ അങ്ങേ കാണുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാവും. ദർ ഇസ് നോ എക്സെപ്ഷൻ. അത് കർത്താവ് നൽകുന്ന ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കാൻ 1. 2, എന്നെ ദൈവം വീണ്ടും അടുത്ത പടിയിലേക്ക് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. 2, 3, കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു വെട്ടിയൊരുക്കലാണ് ഈ വേദനയും സഹനവും. ഇതിന് വളരെ വലിയ ഫലങ്ങൾ നമ്മുടെയും നമ്മുടെ തലമുറയിലും നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട്, ഒരു സംശയമില്ല. വിശുദ്ധരൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഫലമുണ്ട്. സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധരൊക്കെ പഠിപ്പിക്കുന്ന 1, അത് ശുദ്ധീകരിക്കുന്ന ഫലങ്ങളുണ്ട്. 2, യേശുവുമായിട്ട് ഐക്യപ്പെടുത്തുന്ന ഫലങ്ങളുണ്ട്. 3, നമ്മെ നമ്മുടെ ജീവിതത്തിൽ രക്ഷാകരമായ ഫലങ്ങൾ, ശുദ്ധീകരിക്കുന്ന ഫലങ്ങൾ, ഈശോയുമായി ഐക്യപ്പെടുത്തുന്ന ഫലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ രക്ഷാകരമായ ഫലങ്ങൾ ഓരോ വേദനയുടെ പിന്നിലും ഓരോ സഹനത്തിൻ്റെ പിന്നിലും ഉണ്ട്. നമ്മളിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണാം. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, സഹനങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ട്. ആ കടന്നു പോകലിൽ ദൈവമേ നമ്മൾ പ്രാർത്ഥിക്കണം, അത് സഹിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് ശക്തി നൽകണേ. അതിൻ്റെ നന്മ, അതിൻ്റെ ഫലങ്ങൾ വളരെ പ്രത്യാശയോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് വളരെ പ്രത്യാശയോടെ അതിനെ സ്വീകരിക്കാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ. കുറച്ചുകൂടി നല്ല സന്തോഷത്തിൽ ജീവിതം നയിക്കാൻ, വേദനകളൊക്കെ വരുമ്പോൾ നല്ല സന്തോഷത്തിൽ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. എല്ലാ സഹനങ്ങളോടും കർത്താവിൻ്റെ കൂടെ നിന്ന് ഒരു വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു പരീക്ഷണമാണ്, ഇതൊരു വെട്ടിയൊരുക്കലാണ്. ദൈവം നമ്മളെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനുള്ളവരായിട്ട് തമ്പുരാൻ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിൽ വലിയ ശക്തിയായിട്ട് കർത്താവിൻ്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.